ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ യൂണിറ്റ് 4 നോക്കാം കേട്ടോ. യൂണിറ്റ് 4 റോമൻ കോൺക്വസ്റ്റാണ്. അതിന് മുന്നേ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റണില്ല, ഓരോ തിരക്കുകൾ കാരണം. എപ്പോഴും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് തിരക്കുകൾ കാരണം ഇടാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. എന്തായാലും ഇനി അങ്ങനെ വൈകാതെ നോക്കാം, കാരണം നിങ്ങളുടെ എക്സാംസൊക്കെ അടുത്ത് വരികയായി. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എക്സാമിന് പോകുന്നവരുണ്ടാവാം, ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാവാം എന്നൊക്കെ അറിയാം. അപ്പോൾ ഇനി കഴിയുന്നതും ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസ് പെട്ടെന്ന് ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇത് ഫസ്റ്റ് സെമ്മിലുള്ള ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ യൂണിറ്റ് 4 നോർമൻ കോൺക്വസ്റ്റ് ആണ്. അപ്പോൾ നോർമൻ കോൺക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഐലൻഡിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടും അതുപോലെ സോഷ്യൽ ഇഫക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺക്വസ്റ്റാണ് ഈ റോമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പൊളിറ്റിക്കൽ ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ വില്യമിൻ്റെ വിക്ടറി ഇംഗ്ലണ്ടിന് സ്കാൻഡിനേവിയൻ കൺട്രീസുമായിട്ടുള്ള ആ ഒരു ബന്ധം ബ്രോട്ട് ദ കൺട്രി ഇൻ ടു ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ കോണ്ടിനെൻറ്റ്. ഈ ഒരു കോണ്ടിനെൻറ്റുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, എസ്പെഷ്യലി ഫ്രാൻസ്. അപ്പോൾ പിന്നീട് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലാൻഡ് ടെന്യൂർ ആൻഡ് മിലിറ്ററി സർവീസും ഈ ലാൻഡ് റിഫോംസൊക്കെ വരുത്തിയതാണ് വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത്. വില്യം റീഓർഗനൈസ് ദി അപ്പർ റാങ്ക്സ് ഓഫ് ഇംഗ്ലീഷ് സൊസൈറ്റി. അപ്പോൾ ആദ്യം വില്യം ചെയ്തത് ഇംഗ്ലീഷ് സൊസൈറ്റിയിലെ അപ്പർ റാങ്കിലുള്ളവരെയൊക്കെ റീഓർഗനൈസ് ചെയ്യുക. എങ്ങനെയാണ് റീഓർഗനൈസ് ചെയ്തത്? ബൈ ഡിവൈഡിങ് ദ റീജിയൻ എമംഗ് അബൌട്ട് 180 റോമൻ ടെനൻസ് ഇൻ ചീഫ് ആൻഡ് ഇന്യൂമറബിൾ ഇൻ്റർമീഡിയറ്റ് ടെനൻസ്. അപ്പം അതിൽ 180 നോർമൻ ടെനൻസ് ഇൻ ചീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടെനൻസും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റീഓർഗനൈസ് ചെയ്തു. This caused almost a total replacement of English aristocracy with Roman ones. അപ്പോൾ ഈ ഒരു റീഓർഗനൈസേഷൻ ഇംഗ്ലീഷ് അരിസ്റ്റോക്രസിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ കാരണമായി. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ. ഇനി ഗവൺമെൻറ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാഡ് ഡെവലപ്ഡ് എ ഹൈലി ഓർഗനൈസ്ഡ് സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ട് ഭരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. The old administrative divisions such as hundreds and shires were retained with minor changes. അപ്പോൾ വില്യം നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനെയാണ് ഹൺഡ്രഡ്സ് ആൻഡ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വീണ്ടും അത് റീഓർഗനൈസ് ചെയ്തു. ഇതിൽ കിങ്സ് കോർട്ട്, ദ കോമൺ ലോ ഓഫ് ഇംഗ്ലണ്ട് കണ്ടിന്യൂ ടു ബി അഡ്മിനിസ്ട്രേഡ്. രാജാവിൻ്റെ കോർട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. ആൻഡ് എ കോൺസിക്വൻസ് ഓഫ് വില്യംസ് ലാൻഡ് പോളിസീസ് വാസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്യൂഡലിസം. ഇനി വില്യം അവിടെ വരുത്തിയിട്ടുള്ള ലാൻഡ് പോളിസീസ് എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കാരണമാണ്. ഫ്യൂഡൽ പ്രാക്ടീസസ് പ്രിവെയിൽഡ് ഇൻ ദി ആംഗ്ലോ സാക്സൺ പീരീഡ്. ഫ്യൂഡലിസം അവിടെ ഈ ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഉണ്ടായിരുന്നു, പക്ഷേ വില്യം അതിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. And William let the Anglo-Saxon earls of Mercia and Northumbria keep their lands because they had not fought against William at Hastings. അപ്പോൾ അങ്ങനെ ആംഗ്ലോ സാക്സൺസ് മേഴ്സിയ നോർത്തംബ്രിയയിലൊക്കെ ഉള്ള ഈ ആംഗ്ലോ സാക്സൺസിനോട് അവരുടെ ലാൻഡൊക്കെ അവർ തന്നെ കൈവശം വെക്കാനായിട്ട് പറഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും വില്യമിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് വരില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരോട് അവരുടെ ലാൻഡൊക്കെ കൈവശം വയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദ ഓൺലി കണ്ടീഷൻ വാസ് ദാറ്റ് ദേ അക്സെപ്റ്റഡ് വില്യംസ് അതോറിറ്റി ആസ് കിങ്.
പക്ഷേ അവർ എന്ത് ചെയ്യണം, വില്യമിൻ്റെ അതോറിറ്റി, കിങ് എന്നുള്ള അതോറിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ ഫ്യൂഡൽ ലോർഡുമാണ് വില്യം. അപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ലാൻഡ് കൈവശം വയ്ക്കാം എന്നാണ് വില്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് വില്യം ട്രാൻസ്ഫേർഡ് ലാൻഡ് ഓണർഷിപ്പ് ഫ്രം ആംഗ്ലോ സാക്സൺ നോബിൾസ് ഹു ഹാഡ് ഇൻ സപ്പോർട്ടഡ് ഹിം ടു ദ നോർമൻസ്. അപ്പോൾ പിന്നെ വില്യമിനെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ആംഗ്ലോ സാക്സൺ നോബിൾസിൻ്റെയും ലാൻഡ് ആര് തന്നെ പിടിച്ചെടുക്കുകയാണ്, വില്യം തന്നെ പിടിച്ചെടുത്തു. ദിസ് വർ മെൻ ഹീ കുഡ് ട്രസ്റ്റ് ആൻഡ് റിലൈ ഓൺ. അപ്പോൾ അങ്ങനെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാർ എപ്പോഴും വില്യമിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കിങ് വില്യമാണ് അവിടെയുള്ള എല്ലാ ലാൻഡിൻ്റെയും ഓണറായിരുന്നത്. പിന്നെ ദ സിസ്റ്റം ഓഫ് ഗിവിങ് ലാൻഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഡ്യൂട്ടീസ് ഹാഡ് എക്സിസ്റ്റഡ് ബിഫോർ ദി നോർമൻ കോൺക്വസ്റ്റ്. അപ്പോൾ നോർമൻസ് ഒക്കെ വരുന്നതിന് മുൻപേ തന്നെ ഈ ഡ്യൂട്ടീസിന് പകരമായിട്ട്, ടാക്സിന് പകരമായിട്ട് ലാൻഡ് കൊടുക്കുക എന്നുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ലാൻഡ് ആംഗ്ലോ സാക്സൺസിൽ നിന്നും വില്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെച്ചാൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഒരു പുതിയ പവർ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. നോർമൽ ഫ്യൂഡലിസം വാസ് ബേസ്ഡ് ഓൺ റോയൽ സ്ട്രെങ്ത്. പക്ഷേ ഈ നോർമൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, അവരുടെ ഒരു റോയൽ സ്ട്രെങ്ത്തിലൂടെ. ആ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വാസ് വെസ്റ്റഡ് ഇൻ ദ കിങ് ആൻഡ് കിങ് വാസ് തിയറിറ്റിക്കലി പ്ലേസ്ഡ് അറ്റ് ദ അപ്പെക്സ് ആൻഡ് ഇമാജിനറി പിരമിഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു പിരമിഡ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെയും അവിടെയുള്ള ഹയറാർക്കി. ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് മിഡീവിയൽ ഇംഗ്ലണ്ടിൽ അതിനുശേഷവും കുറേ കാലങ്ങളോളം അവിടെ അതുപോലെ തന്നെ നിലനിന്നിരുന്നു. വില്യം നീഡഡ് എ വേ ഓഫ് കൺട്രോളിങ് ഇംഗ്ലണ്ട് സോ ദാറ്റ് പീപ്പിൾ റിമെയിൻ ലോയൽ ടു ഹിം. അപ്പോൾ വില്യമിന് ഇംഗ്ലണ്ടിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് ലോയലായിരിക്കുകയും വേണം എന്നുള്ളതും ഉണ്ട്. വില്യം കൺസിഡർ ഓൾ ദ ലാൻഡ് ഇൻ ഇംഗ്ലണ്ട് ഹിസ് ഓൺ പേഴ്സണൽ പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ ലാൻഡും അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് അദ്ദേഹം കാണുകയാണ്. വില്യം ഡിവൈഡഡ് അപ്പ് ഇംഗ്ലണ്ട് ഇൻ ടു വെരി ലാർജ് പ്ലോട്ട്സ് ഓഫ് ലാൻഡ്. These were given to those noblemen who had fought bravely for him in battles. അപ്പോൾ അങ്ങനെ ഈ ഇംഗ്ലണ്ടിലെ ലാൻഡ്സൊക്കെ ലാർജ് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതെല്ലാം ആർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, വില്യമിന് വേണ്ടി പോരാടിയിരുന്ന യുദ്ധത്തിലൊക്കെ ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നോബിൾമെന്നിന് ഇദ്ദേഹം അത് വീതിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ കൊടുക്കുകയല്ല, ദേ ഹാഡ് ടു സ്വെയർ ആൻ ഓത്ത് ഓഫ് ലോയലിറ്റി ടു വില്യം. അതായത് എപ്പോഴും വില്യമിനോട് ലോയലായിരിക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ എടുത്തതിന് ശേഷമാണ് ഈ ലാൻഡ് അവർക്ക് കൊടുക്കുക. ദെൻ ദേ ഹാഡ് ടു കളക്ട് ടാക്സസ് ഇൻ ദർ ഏരിയ ഫോർ ഹിം. അപ്പോൾ അതുമാത്രമല്ല, വില്യമിന് വേണ്ടി അവരുടെ ഏരിയയിലുള്ള ആൾക്കാരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യണം. If they were told to do so. The men who got this piece of land were called barons, earls and dukes. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ബാരൻസ്, ഏൾസ്, ഡ്യൂക്സ് ഒക്കെ പറയുക. അപ്പോൾ അവരുടെ ഏരിയയിൽ they were the most important person. അപ്പോൾ അവരുടെ കൈവശം ഭൂമി ഉണ്ട്, അവരാണ് ടാക്സ് കളക്ട് ചെയ്യുക. അപ്പോൾ ആ പ്രദേശത്തുള്ള വലിയ ആൾക്കാരായിട്ടാണ് അവരെ ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചീഫായിട്ടാണ് അവരെ കണ്ടിരുന്നത്, ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് കാണാണ്. ഇൻ ദ ടേംസ് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം ദീസ് മെൻ, അതായത് ഈ ബാരൻസ്, ഏൾസ്, ഡ്യൂക്സ് എന്നൊക്കെ പറയുമല്ലോ, ദേ വർ കോൾഡ് ടെനൻസ് ഇൻ ചീഫ്. അവരെ ടെനൻസ് ഇൻ ചീഫ് എന്ന് പറയാൻ തുടങ്ങി. ഇനി ഈ ടെനൻസ് ഇൻ ചീഫിന് ദേ വർ ഫർദർ ഡിവൈഡഡ് ദർ ലാൻഡ് ആൻഡ് ദേ വർ ഗിവൺ ടു ട്രസ്റ്റഡ് നോർമൻ നൈറ്റ്സ്. അപ്പോൾ അങ്ങനെ ഈ ടെനൻസ് ഇൻ ചീഫ് എന്ത് ചെയ്തു, അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് നോർമൻ നൈറ്റ്സ് എന്ന് പറയുന്നത് ഗിവൺ എ സെഗ്മെൻറ്റ് ഓഫ് ലാൻഡ് ടു ഗവൺ, സോൾജേഴ്സ് പോലെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഭൂമി വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരും എന്ത് ചെയ്യണം, ദ നൈറ്റ്സ് ഹാഡ് ടു സ്വെയർ ആൻ ഓത്ത് ടു ബാരൻ, ഡ്യൂക്ക് ഓർ ഏൾ, കളക്ട് ടാക്സ് ആൻഡ് പ്രൊവൈഡ് സോൾജേഴ്സ് ഫ്രം ദർ ലാൻഡ്. അവരും ഇതുപോലെ ഒരു പ്രതിജ്ഞ എടുക്കണം, ഇവർക്ക് ലോയലായിരിക്കും, അവർക്ക് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യണം, പിന്നെ യുദ്ധമൊക്കെ വരുമ്പോൾ സോൾജേഴ്സിന് ഇവർ പ്രൊവൈഡ് ചെയ്യണം.
ദീസ് ലോർഡ്സ് വർക്ക് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഇൻ ദെയർ ഏരിയ. അവരുടെ ഏരിയയിൽ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുക, ഇതൊക്കെ ഈ നൈറ്റ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദ ലോർഡ്സ് ഹാഡ് ടു ഡു ദ ജോബ്സ് വെൽ ആസ് അൺസക്സസ്ഫുൾ വൺസ് കുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ലോർഡ്സ് അവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. അതിൽ സക്സസ്ഫുൾ അല്ലാത്തവരെ അതിൽ നിന്നും ആ പൊസിഷനിൽ നിന്നും റിമൂവ് ചെയ്യും. അറ്റ് ദ ബോട്ടം ഓഫ് ദ ലാഡർ വർ ദി കോൺകേർഡ് ഇംഗ്ലീഷ് ഹു ഹാഡ് ടു ഡു വാട്ട് ദേ വർ ടോൾഡ് ഓർ പേ ദ പ്രൈസ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഈ ഏൾ ബാരൻസ് എന്നൊക്കെ പറയുന്നവർ, അവർക്ക് താഴെ ഈ നൈറ്റ്സ് ഉണ്ട്. അവരുടെ താഴെയാണ് ഈ സെർവ്സ് എന്ന് പറയുന്ന വിഭാഗം. അതാണ് ഏറ്റവും താഴെയുള്ളത്. അവർ എന്താ ചെയ്യേണ്ടത്? വാട്ട് ദേ വർ ടോൾഡ് ഓർ പേ ദ പ്രൈസ് ഫോർ ദ ഡിസൊബീഡിയൻസ്. ദേ വർ ട്രീറ്റഡ് ഹാർഷ്ലി. അവരെ വല്ലാതെ ഇങ്ങനെ ഹാർഷായിട്ട് ഈ സോൾജേഴ്സും അതുപോലെ അവരുടെ മുകളിലുള്ള ടെനൻസും ഒക്കെ എന്താ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ചൂഷണം ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര്? ഈ സെർവ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ. ഇതിൽ ഈ ഒരു ഗവൺമെൻറ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പേജ് നമ്പർ 33 കേട്ടോ നിങ്ങളുടെ മെറ്റീരിയലിൽ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അത് നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓത്ത് ഓഫ് സാലിസ്ബറി മാത്രമായിട്ട് അടുത്ത വീഡിയോയിൽ ഓത്ത് ഓഫ് സാലിസ്ബറിയും അതുപോലെ തന്നെ ഡൂംസ് ഡേ ബുക്ക് എന്നുള്ള ആ 2 ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് മിക്കവാറും നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.